അതന്നെ സാധനം അങ്ങനെ ചെളുക്കിയാലും ഇതാക്കണ്ട. പിലോപ്പി ഇതുപോലത്തെ പിലോപ്പി ഒരു 10-30 മേലെ ഞാൻ കണ്ടു അവിടെ. പിലോപ്പി 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 കുറച്ചല്ല, കുറെ അധികം ഉണ്ട് അവിടെ. എന്നെ വിനോദയുടെ പ്രാവശ്യം വാളയും പിലോപ്പി എല്ലാം പിടിച്ചില്ലേ, കരിമീനും പൂഴാനും എല്ലാം പിടിച്ചിട്ടുണ്ട്. അത് വലയൊന്നല്ല, അതിങ്ങോട്ട് പോന്നു. അതിങ്ങോട്ടാവും, ഈ മൂലക്കില്ല ഒന്നുണ്ടാവും. ഇങ്ങോട്ട് പോന്നോ, ഈ മൂലക്കില്. ഇതില് ഒരു കിഡിലും വാളയുണ്ട്, നമുക്കതിനെ കിട്ടുമോ നോക്കി നോക്കാം. ഒരു അടിപൊളി വാള. അതില് ഇതുണ്ട് കേട്ടാ, അതവിടെ കിടക്കട്ടെ. ഇനി ഈ തല അങ്ങോട്ട് പിടിക്കും വിനോദേട്ടാ. അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ എന്തായാലും ഇതിലുണ്ടാവും. ഏത് കിട്ടിയാ? അതിനെ കിട്ടിയാ? അതൊന്നല്ല, അതാ അത് വേറെ. അതെന്തിട്ട് ഇത് വലിയ, ഇത് ചെറുതല്ലേ, ഇങ്ങോട്ട് ചാടി ഇത് വലുതാ. അതൊരു 2 കിലോ ഉണ്ടാവും. അത് വലുതാണ്, ചെറുതൊന്നല്ല, അത്യാവശ്യം വലിയ വാളാണേ. അതന്നെ സാധനം അങ്ങനെ ചെളുക്കലും ഇതാക്കണ്ട ഗൈസ്. അതിന് നമുക്ക് നേരത്തെ കിട്ടിയ പോലത്തെ ഒരു വള കിട്ടി. ഇതന്നെ ചാടിയത്, ഇവൻ തന്നെ ചാടിയത്. നിങ്ങൾക്ക് ചാടി നിങ്ങൾ കിട്ടിയാൽ എത്ര കൊല്ലത്തെ മീൻ ചാറ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെ കണ്ണിലൊക്കെ മത്ത കുത്തിയിട്ടുണ്ടോ? ഇതെന്തപ്പത്? ഇതാരാണ്ട് ചുരുക്കണ് ഇതാക്കല്ലേ, ആ വാലൻ്റെ കൂടെ കയറ്റി. ആ അങ്ങനെ ആക്കിണ്ട്. അപ്പൊ നമ്മള് 4-5 കണ്ടല്ലേ, 2 കിട്ടി, 3 ഗൈസ്. ഇത് നമുക്ക് വീണ്ടും ഒരു കിൻഡല് വാള ഇട്ടിട്ട്, അടിപൊളി വാള കണ്ടല്ലേ. നമ്മളിഞ്ഞത് ഈ ഒരു ഭാഗം നോക്കാൻ പോണത്. ഇവിടെ കൂടെയും ചണ്ടിയില്ലാത്തതുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നിറച്ച് ചണ്ടിയാണ്. അങ്ങനെ നമ്മളത് കിണച്ചിട്ട വലയുടെ അടുത്തേക്ക് എത്തി. വേണ്ട നമ്മളെ വാളയൊക്കെ എടുക്കണുണ്ട് അവിടെ. അതേപോലെ ഇതിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കണ്ട അതാ വലയിൽ കണ്ട വലിയ മീനുകൾ വന്നടിക്കണ്ട. വരും ഇങ്ങോട്ട് വരും ഒക്കെ. നമുക്കെന്തായാലും വല പക്കിട്ടിട്ട് കാണാം. ഈ പട്ടൊക്കെ ഇങ്ങോട്ട് വന്നോ, അതിന് തലപ്പുണ്ട് വന്നോട്ടാ. ഇങ്ങോട്ട് വന്ന് ചെന്നാൽ ഞാൻ ഇവിടെ നിന്ന് വലിച്ചേറ്റാ. ആ പുറത്തുണ്ട്, ആ അങ്ങോട്ട് പുറത്തെ. അതുണ്ടോ ഗൈസ്. ആ നോക്ക്, ഒരെണ്ണം കിൻഡിൽ സാധനം കിട്ടാ. ഇതിനേക്കാളും വലിയ മീൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് അത്ര ചെറുതല്ല, അതിനേക്കാളും വലുത് ഇവിടെ അല്ലേ. ഏയ് അത് പൊക്കോട്ടെ, ചെറുതല്ലേ. അന്നത്തെ പക്ക് കറക്റ്റായിട്ട് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ പക്ക് പൊന്തിച്ച് പോയിട്ടോളൂ. പുറത്തേക്ക് താഴത്തേക്ക് ഇറക്കിയിട്ടേ നന്നായിട്ട് ഇതായി കൊടുത്തോ. മുണ്ടത്തി ഇറക്കണോക്കി വായിച്ചിട്ട്. മാമാ അത് ബ്രാലി, അതാ അവിടെ ഉണ്ട്. ബ്രാല അവൻ ചാടി, അവന് രക്ഷയില്ല. അതും ബ്രാലിനെ ആണ്ടാ, അതൊക്കെ ബ്രാലനെ. മാമ ഇതും കൂടെ ഇതൊന്നും ഇളക്കിയ ഇവിടെ മറ്റേ ഇവിടെ ഇളക്കിയിട്ടില്ല. ഇവിടെ ഒന്ന് ഇളക്കിയേ, അവിടെ നന്നായിട്ട് ഇളക്ക്. അവിടെ വലിയൊരു മീൻ ഉണ്ടായിരുന്നു അല്ലേ. ആ അതിൽ കുടുങ്ങിയാണ് കിടന്നോട്ടെ. എന്നിട്ട് ഈ വലയുടെ എടുത്ത് നോക്കുക, ആ പക്ക കൊടുത്തു ഗിരീഷേട്ടേ. ആ ഇത്
അല്ലല്ല വലിയൊരു മീൻ ഉണ്ടായിരുന്നു, ചിലപ്പോൾ അരിക്ക് കിടന്നുണ്ടാവും. ആ വല മാറ്റി മാമ, വല മാറ്റി. അതന്നെ അത് മാറ്റി. അത് ബ്രാല് കിട്ടാൻ എളുപ്പമല്ല. അതിൽ കുടുങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടാൻ എളുപ്പമല്ല. ഗൈസ് അത് ബ്രാലാണ്, അതിനെ കിട്ടുന്നില്ല, ഉറപ്പൊന്നുമില്ല. അത് പറലി, അതൊക്കെ ഊരി പോണ സൈസാടാ. കണ്ടാ വല ചേട്ട കൊടുത്തിട്ടുണ്ട് താത്തിക്ക്. എന്താ കിട്ടിയില്ല വിനോട്ടാ? എന്നാ വല്ലന്നോട്ട് തൊത്ത് നോക്കിയാ കൃഷ്ണന്. നോട്ടെ കരിമീനാണ്. എറിയണ്ട, നേരത്തെ പറഞ്ഞിട്ട് പാടത്തേക്കാണ് പോയത്. നല്ലൊരു വില ആദ്യം കിട്ടിയതാ, ഒരു അരക്കിലോന് വില ഉണ്ട്. അത് ഞാൻ ഇവിടേക്കായിട്ട് പറഞ്ഞത്, അത് നേരെ അങ്ങോട്ട് പോയി ആ ഭാഗത്ത് വെച്ചിട്ട്. അവിടെ പാടത്ത് വെള്ളം ഉണ്ടല്ലോ. വാളയണത് അതങ്ങോട്ട് പോവില്ല, അവിടെ ഇതായിട്ട് വലയ നിർത്തലാണ്. അതെ കാൽപ്പ് ചവിട്ടിടണ്ട, ചവിട്ടടിയിലേ ശരിക്കും കൊണ്ടത് ഇത് അത്ര വലുതൊന്നല്ല, വലിയ അടിയില്ലേ, കുഴപ്പമില്ല. ഇവിടെ തടുക്കണം, ഇവിടെ ഇറങ്ങി രാവിലെ കിട്ടാൻ എളുപ്പമല്ല. മൊത്തം രാവിലെ കിട്ടിയാലേ ഇപ്പം കിട്ടണ മീൻപക്ക് വാളെ പരലൊക്കെ കിട്ടുള്ളൂ. കൂടുതൽ രാവിലെയായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നോക്കണം പോയി, അപ്പോൾ പിന്നെ കിട്ടും. പരലൊക്കെ എടുക്കണ്ടല്ലോ, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. വലുത് മാത്രം പരമാവധി പിടിച്ചോ നല്ലത്, പിന്നെ എപ്പോഴേലൊക്കെ വന്നിട്ട് ചെറുതിനെ നോക്കാം. ഒക്കെ രാവിലെ കുടുങ്ങിയുള്ളതാവേ, ഇതൊരു ചത്തിട്ടില്ല കണ്ടില്ലേ, അവർക്ക് രാവിലെ കുടുങ്ങിയിട്ടുണ്ട്. കട്ടള പോലത്തെ കൊണ്ടത് നല്ല വലുത്. അയ്യടാ ആണ്ടാ കണ്ടു. ചായക്ക് വാങ്ങിച്ചിട്ടാ, ഇങ്ങോട്ട് ഇവിടെ വല കാണിച്ച് കയറിക്കോ, ചായക്ക് കുടിക്കാം. ആണ്ടാ തൂളി ഒരുപാട് ഇങ്ങോട്ട് വാ. ആദ്യം ഇതിനെ പിടിക്ക്, അത് പോകാനായിട്ട് പിന്നെ അത് കുറേ പോയി, എന്നാലും വേണ്ടില്ല, എല്ലാം പിടിക്ക്. അവിടെ അടി കിടക്കണം, അവിടെ കിടക്കട്ടെ. ആ ചണ്ടി കൊണ്ട് തിങ്ങിയിട്ടേ അതൊക്കെ മുട്ടി അങ്ങോട്ട് ചാടി. ഇങ്ങോട്ട് വാ, ഇവിടെ ഇതാ കിടക്കണ്ട. ആ ഉള്ളിൽ തന്നെയാണ് അത്, കണ്ടില്ലേ. ഇതുപോലത്തെ 4-5 ഉണ്ടായിരുന്നു, ഒക്കെ പോയില്ലേ, കുറെ പോയില്ലേ, അങ്ങോട്ട് പോയി, അപ്പുറത്തേക്ക് പോയി കുടഞ്ഞിട്ട്. അതിനെ പറഞ്ഞത് ചണ്ടി ഇങ്ങോട്ട് തിങ്ങി ടൈറ്റായി ഇങ്ങോട്ട്. മാമ ചെല്ലി സാമർത്ഥ്യം ഉണ്ടാവും കേട്ടോ. ഇനി അതിൽ വല്ലതും തപ്പി വയ്ക്കുക. ബ്രാലുണ്ടായിരുന്നു, നല്ലൊരു 1/2 കിലോനൊക്കെ പോകുന്ന ബ്രാലുണ്ടായിരുന്നു. അങ്ങോട്ട് ഇട്ടോ, അപ്പുറത്തേക്ക് നോക്കിയായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് ഞാൻ വേണ്ട, അതേത് ചൂറിൻ്റെ ഉള്ളതാണ്. അല്ല ഒക്കെ ഇങ്ങോട്ട് തന്നെ എടുത്ത് ചാടും. ഇടയിലിടാനൊരു വല ഇട്ടാൽ മതി, പിന്നെ ഒന്നും വേണ്ട. ഇന്ന് ഞാനൊരു 1 മണിക്കൂർ നേരത്തെ വീഡിയോ ഉണ്ടാക്കും ഞാൻ. വിനോദേട്ടൻ വലിയൊരു വാളനും പിടിച്ചു. ഇപ്രാവശ്യം പിടിക്കാത്ത മീനൊന്നുമില്ല അല്ലേ. അതിൽ ഒരു 1/2 കിലോ ഇടയ്ക്ക് വന്നൊരു ബ്രാല് കുത്തിണ്ടായിരുന്നു. അതിൽ ഒരു 1/2 കിലോന് മേലുള്ളൊരു ബ്രാല് കുത്തിണ്ടായിരുന്നു. അതിൽ കുത്തിണ്ടായിരുന്നു, ചിലപ്പോൾ അപ്പുറത്ത് കിടന്നുണ്ടാവും. പൊട്ടിച്ച് വല പൊന്താണ് ഈ ചണ്ടികളാറുണ്ടേ, വല പൊന്ത് മീൻ കുത്തിരുമ്പോൾ. വേറെ ഉണ്ടല്ലേ. അത് ചെറുതാ, എന്തായാലും അവരെ എടുക്കട്ടെ. നമുക്ക് അപ്പുറത്ത് വിട്ട് ആ വലയിൽ എന്തൊക്കെയോ കുത്തി വലിച്ചേർന്ന് നോക്കി നോക്കാം. നമുക്കിത് അടുത്ത വല നിറയാനായി. ഇതിൽ കണ്ടടി വല കുത്തിയ മീനുകൾ പാറിൽ ഒരുപാടുണ്ട്, ഇപ്പോഴൊന്നും എടുക്കണില്ല. നമുക്ക് ഈ ചണ്ടീനെ പതുക്കൊന്നും ഉണ്ടാക്കണം. ഇതേ നമുക്ക് അടുത്ത വാള കൂടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ
അപ്പോൾ നമുക്ക് ഇത്ര മീനാണ് ഇപ്പോൾ 2-3 വല വെച്ചിട്ട് നമുക്ക് കിട്ടിയത്. കൂടുതലും വാളക്കുട്ടികളാണ്, പിന്നെ ഇടയ്ക്ക് ഒരു പിലോപ്പി, പിന്നെ അതുപോലെ തന്നെ കരിമീൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ബോക്സിലേക്ക് ആക്കണം. നമ്മൾ ബോക്സ് കൊണ്ടുണ്ടായിരുന്നു, മുന്നേ കിട്ടിയ മീനൊക്കെ നമ്മളത് ഈ ബോക്സിനാണ് ഇട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടിയ ഓരോ മീനോടായിട്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയുള്ളത് വാളയാണ്. വാള തന്നെ അത്ര ചെറുതല്ലാത്തതൊക്കെ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം വലിയ വാളകൾ. അപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മുടെ അവിടെ നിന്ന് ഇത്രയും വല്ലാത്ത വാളകൾ കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം പെട്ടെന്ന് പറ്റണ കാരണം കൊണ്ട് ഇതുപോലത്തെ വാളകൾ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ മീനും നമ്മളത് ഈ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബോക്സ് ഏറെക്കുറെ നിറയാനായി. ഇതേ നമുക്കിതേ ഇവിടെ ഉണ്ടല്ലേ ഒരു ഇടത്തരം വാള കുടുങ്ങി എടുക്കുന്നുണ്ട് വലയിൽ, അവിടെ കിടക്കട്ടെ. നമുക്കിനി ഇതേ ഈ കാണുന്ന ചണ്ടിയുള്ള ഭാഗത്താണ് പിടിക്കാനുള്ളത്. അപ്പോൾ ആ കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് മീനുണ്ട്. ഒരു ഭാഗത്തെ ചണ്ടി നമ്മളിതിങ്ങനെ നീക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലെന്തായാലും മീനുകൾ ഒരുപാടുണ്ട്, പരമാവധി കിട്ടുമോ നോക്കി നോക്കാം. നമ്മൾ കിണച്ചിട്ട വലയത് നല്ലൊരു കിടിലം വാള വന്ന് കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം അത് കിടന്ന് ഇങ്ങനെ പടക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, വലയൊക്കെ വലിക്കുന്നുണ്ടല്ലേ, നല്ല വലി വലിക്കുന്നുണ്ട്. നമ്മൾ ഒരൊറ്റ വലയാണ്, പക്ഷെ അത് 3 ഭാഗമായിട്ടാണ് തടുത്തിട്ടുള്ളത്. അത് വെച്ചാൽ ഒന്ന് പൊളിച്ച് പോയില്ല, അപ്പുറത്തേലും ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ നമുക്ക് കിട്ടണം, അങ്ങനെയാണ് നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല വലിയ വലിക്കുന്നത് കണ്ടില്ലേ, നല്ല ശക്തിയുള്ള വലിയ വലിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ മീൻ തന്നെയാണ് അത്. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഗൈസ്, അപ്പോഴാണ് ഇതിൻ്റെ തൊട്ട ഫ്രണ്ടിൽ കണിച്ച വലയിൽ നല്ല ഒരു മീൻ വന്ന് കുത്തിയത് കണ്ടില്ലേ. ആ 2 വല ഇട്ടുണ്ട്, ആ 2 വലയിലും കൂടി ഒരുമിച്ചാണ് കുത്തിയിട്ടുള്ളത്. 2 വലയും കൂട്ടിയിട്ട് നല്ല വലിക്കുന്നത്. അത് അവിടെ ഇളകണ സമയത്ത് ഇപ്പുറത്ത് വന്ന് കുത്തണതാണ്. ആ 2 വലയും കൂടിയിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് നന്നായിട്ട് വലിക്കുന്നുണ്ട്. അതും വലിയ വാള തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും അതിനെ കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കി വെക്കാം. അത്യാവശ്യം നല്ല മീൻ തന്നെ ആയിരിക്കണം. അതിനിടയ്ക്ക് നമുക്കിത് നല്ലൊരു മുണ്ടത്തിനെ കണ്ടേ, കട്ടള പോലെയുണ്ട് ഒരു മുണ്ടത്തിനെ നമുക്ക് അവിടെ എടുത്തിട്ട് വന്നു മേലേക്ക്. അപ്പം നമ്മൾ ചണ്ടിയുള്ള ഭാഗത്തേക്ക് കടന്നു. ഓരോ ഭാഗത്ത് ചണ്ടി പരമാവധി കുറേശ്ശെ ആയിട്ട് കയറ്റാൻ തുടങ്ങി.